ഹായ്, വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ഡേ ആണ് കേട്ടോ. എൻ്റെ ഒരു പകൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ രാവിലെ മുരളിയേട്ടനും നന്ദുവും ഒക്കെ ഏകദേശം ഒരേ സമയത്ത് 6:45 ആകുമ്പോഴാണ് മുരളിയേട്ടൻ ഓഫീസിലോട്ടും നന്ദു സ്കൂളിലോട്ടും ഇറങ്ങുന്ന. താഴെ തന്നെ ബസ് വരും. അത് കഴിയുമ്പോൾ തൊട്ട് ഉച്ചവരെ നന്ദു വരുന്നത് വരെ എൻ്റെ വീട്ടിലത്തെ കുറച്ച് പരിപാടികളൊക്കെ നമുക്കൊന്ന് കാണാം. വർക്കിംഗ് ഡേയ്സൊക്കെ യൂഷ്വലി ഞാൻ രാവിലെ 5 മണിക്കാണ് എഴുന്നേക്കാറ്. മുരളിയേട്ടനും നന്ദുവൊക്കെ പോകുന്നവരെ ഞാൻ രാവിലെ കാപ്പിയൊന്നും കുടിക്കാറില്ല. ജസ്റ്റ് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഒന്ന് കുടിക്കത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് വിസ്തരിച്ചിരുന്ന് കാപ്പിയൊക്കെ കുടിക്കണം. കുറച്ച് സമാധാനത്തില്ല, ധൃതിയിൽ കാപ്പി കുടിച്ചാൽ ശരിയാവത്തില്ല. പക്ഷേ ഞാൻ 4 മണിക്കും ചായ ഒന്നും കുടിക്കാറില്ല. അപ്പോൾ രാവിലത്തെ ഒരു ഗ്ലാസ് കാപ്പിയാണ് എന്നത്തെ എനർജി. അപ്പം ഇവർ രണ്ടുപേരും ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് എഡിറ്റിംഗ് പണികൾ, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് കുടിച്ച് സമാധാനത്തിൽ ഒരു 3/4 മണിക്കൂർ അവിടെ ഇരുന്ന് എഡിറ്റിംഗ് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് നേരം എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യാൻ പോകും. എന്നുവെച്ചാൽ എഡിറ്റിംഗ് ഞാൻ ഫുൾ ചെയ്യാനിരുന്നാൽ അത് ഒരുപാട് സമയം, പിന്നെ എൻ്റെ രാവിലത്തെ പരിപാടികളൊന്നും നടക്കത്തില്ല. അപ്പം ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് ഏകദേശം എക്സസൈസ് ഒക്കെ ചെയ്യാൻ പോകും. അപ്പം സൈക്ലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. ബെഡ്റൂമിലാണ് സൈക്കിൾ ഇരിക്കുന്നത്. അപ്പം അവിടെ ഒരു TV ഉണ്ട്. അപ്പോൾ TV കണ്ടുകൊണ്ട്, അതാണ് റിമോട്ട് കയ്യിലിരിക്കുന്നത്. TV കണ്ടുകൊണ്ട് സൈക്കിൾ ഓടിച്ചാൽ ടൈം പെട്ടെന്ന് അങ്ങ് പോയി കിട്ടും. 1/2 മണിക്കൂർ സുഖമായിട്ട് സൈക്കിൾ ഓടിക്കാം. അരമണിക്കൂർ സൈക്ലിംഗ് ചെയ്തിട്ട് പിന്നെ ഞാനൊരു 5 മിനിറ്റ് ശകലം ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞു തന്നത് മുരളിയേട്ടനാണ് കേട്ടോ. മുരളിയേട്ടൻ ഒരു 5-6 വർഷമായിട്ട് യോഗയ്ക്ക് പോകുന്ന ആളാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും പോകുന്നില്ല. ഓഫീസിൽ നിന്നൊക്കെ നേരത്തെ എത്തുകയാണെങ്കിൽ മാത്രം പോകത്തുള്ളൂ. ഇപ്പോൾ ഈയിടെയായിട്ട് സമയം കിട്ടുന്നില്ല പോകാൻ. മുരളിയേട്ടൻ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് അത് ചെയ്യും സൈക്ലിംഗ് കഴിഞ്ഞിട്ട്. എക്സസൈസൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ കിച്ചണിലോട്ട് വന്നിട്ട് അവിടെ കിടക്കുന്ന പാത്രങ്ങൾ രാവിലെ മുരളിയേട്ടനും നന്ദുവൊക്കെ പോകുന്ന മുമ്പ് അവർ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ഞാൻ അപ്പം തന്നെ കഴുകി വെക്കും. പിന്നെ ഉള്ളത് ഞാൻ കാപ്പിയിട്ട പാത്രമൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് പിന്നെ അന്നത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ, ഇപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി വെണ്ടയ്ക്കയൊക്കെ നല്ലപോലെ കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനീഗറും ഒക്കെ ഇട്ട് ഒരു 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചേക്കും. ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ്. ശരിക്കും രാവിലെ ദോശയായിരുന്നു ഇവിടെ മുരളിയേട്ടനും നന്ദുവിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശയുടെ മാവ് തീർന്നു പോയി. ഞാൻ 3-4 ദിവസത്തേക്കൊക്കെ അരച്ച് വെക്കുന്ന, പക്ഷെ തീർന്നു പോയി. ഇനിയിപ്പോൾ അടുത്ത പുതിയ മാവ് അരയ്ക്കണം ഉച്ചയ്ക്ക് കഴിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട്. അപ്പം തലേദിവസം വൈകിട്ടത്തെ 2 ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിക്ക് അത് റോൾ ചെയ്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഇവിടെ ലെബ്നി ഇരിപ്പുണ്ടായിരുന്നു. ലെബ്നി എന്ന് പറയുന്നത് ടർക്കിഷ് യോഗേർട്ട് എന്ന് പറയുന്ന സാധനമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ അറബിക് ഒരു സംഭവമാണ്, അറബിക് തൈര് എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ബ്രെഡിലും ചപ്പാത്തിയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതും കുറച്ച് ചീസ് സാലഡും ഒക്കെ ചപ്പാത്തിയിൽ സ്പ്രെഡ് ചെയ്ത് മുട്ടയൊക്കെ അതിനകത്ത് വെച്ച് ഏകദേശം ഒരു ഷവർമ മോഡൽ ആക്കി എടുത്തു ഞാനതിനെ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നന്ദുവിന് സ്കൂളിൽ നിന്ന് ടിഫിൻ കൊടുത്തയച്ച് ഒരു വീറ്റ് കപ്പ് കേക്കാണ്. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് 1 ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അങ്ങോട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പം ഞാൻ TV കണ്ടുകൊണ്ട് സോഫയിൽ ഇരുന്നാണ് കഴിക്കാറ് കേട്ടോ. എല്ലാവരും കൂടെ ഉള്ളപ്പോഴേ ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കത്തുള്ളൂ. ഒറ്റയ്ക്ക് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ കുറച്ച് നേരം ആകെ TV കാണുന്നത് ഇതേപോലെ എക്സസൈസ് ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ഒരു 10 മിനിറ്റാണ്. അപ്പം അപ്പോഴെങ്കിലും ഒന്ന് അവിടെ സമാധാനത്തിൽ സോഫയിലിരുന്ന് ഒരു 10 മിനിറ്റ് TV ഒക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പിന്നെയും അപ്പോൾ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകൽ പരിപാടിയായിരുന്നു. ഞാൻ മിക്കപ്പോഴും പാത്രമൊക്കെ അപ്പം കഴുകി വെക്കാനാണ് ശ്രമിക്കാറ്. പാത്രം ഇങ്ങനെ വാഷ് ബേസിനിൽ കൂടി കിടക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ മിക്ക വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ജീരകവെള്ളം തിളപ്പിച്ച് വെക്കും. ഒരു ദിവസം കുടിക്കാനുള്ള ജീരകവെള്ളം ഒരു കലത്തിനകത്ത് തിളപ്പിച്ച് വെക്കും. അത് കഴിഞ്ഞ് പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള വെണ്ടയ്ക്കയും സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ഞാൻ ഒരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് ജസ്റ്റ് സവോളയും സാലഡ് കുക്കുംബറും കൂടെ ഒന്ന് അരിഞ്ഞും വെച്ചു.
ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിൽ വെള്ളവും തിളപ്പിക്കാൻ വെച്ചു. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് സ്റ്റൗവും കത്തിച്ചു, പാൻ ചൂടാക്കാൻ വെച്ചു. പിന്നെ ഞാൻ സാലഡിനുള്ള കഷ്ണങ്ങൾ സവോളയും കുക്കുംബറും ഒക്കെ അരിഞ്ഞത് ഒന്ന് ഉപ്പിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി. അരിയൊക്കെ കഴുകി പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടയ്ക്കയും ഒന്ന് മൂപ്പിക്കാനിട്ടു. വെണ്ടയ്ക്കയും സവോളയും പച്ചമുളകും കൂടെയാണ്. ഇതിനകത്ത് ഞാൻ പൊടികളൊന്നും ചേർക്കത്തില്ല. കുറേ കഴിഞ്ഞ് മൂത്ത് നല്ലപോലെ ഒരു പകുതിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കും. വെണ്ടയ്ക്ക ആകുന്ന സമയം കൊണ്ട് ബാക്കി വാഷ് ബേസിനിൽ കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കാമല്ലോ. വെണ്ടയ്ക്ക നല്ല മൂത്ത് റെഡിയായിട്ടുണ്ട്. ഇത് ഇനി ഒരു കാസറോളിലാക്കി അടച്ചു വെക്കും. കുക്കിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് പോയിരുന്നു. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അത്ര നേരം നിന്ന് കഴിയുമ്പം കാലൊക്കെ വേദനയാവുകയെ. എന്നുവെച്ചാൽ മുട്ട് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. അപ്പം ഞാൻ കുറച്ച് വാട്ടർമെലണൊക്കെ കട്ട് ചെയ്ത് എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചേക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേപ്സോ പഴമോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട് ആ സമയത്ത് കഴിക്കാറ്, ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും. ഇടയ്ക്കത്തെ ഫ്രൂട്ട് സ്നാക്സ് കഴിപ്പ് കഴിഞ്ഞ് പിന്നെയും ബാക്കി പണികളിലോട്ട് കടന്നു. ആദ്യത്തെ പണി എന്ന് പറയുന്നത് തുണിയെടുത്ത് നനയ്ക്കാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുവാണ്. ഞാൻ ഇപ്പം നനയ്ക്കത്തില്ല. എനിക്ക് രാവിലെ പകലൊന്നും വെയിലത്ത് ഇറങ്ങിയ മൈഗ്രെയിൻ വരും. ബാൽക്കണിയിൽ ആ സമയത്ത് ഭയങ്കര ചൂടുമാണ്. അപ്പം വൈകുന്നേരം സന്ധ്യ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നനച്ചിട്ട് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വിരിക്കത്തുള്ളൂ. തലേന്ന് രാത്രിയിൽ കർട്ടൻ ഒന്ന് മാറ്റിച്ചായിരുന്നു. അപ്പം രാത്രിയിൽ അവർ വന്ന് കർട്ടൻ ചേഞ്ച് ചെയ്ത് അതിൻ്റെ റോഡെല്ലാം അവിടെ ഇട്ടിട്ട് പോയിട്ട് പിന്നെ ഞാൻ എടുത്ത് വെളിയിൽ കളയാൻ നിന്നില്ല. ഒത്തിരി ലേറ്റ് ആയിരുന്നു. അപ്പം ഇന്ന് ക്ലീൻ ചെയ്യുമ്പം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പഴയ കർട്ടൻ അവിടെ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് ഞാനൊരു കവറിലാക്കുകയാണ്. റോഡൊക്കെ വെളിയിൽ കൊണ്ട് കളയണം. പഴയ കർട്ടൻ ആകെ കീറി, അതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ് പരിപാടികളൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കർട്ടൻ മാറ്റിയപ്പോഴത്തേക്ക് എനിക്ക് ആ ചെടിച്ചട്ടി കർട്ടൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ഭംഗിയില്ലാതെ തോന്നി. എന്നുവെച്ചാൽ കർട്ടനും ഏകദേശം ഒരു പച്ച ഇലകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആ ചെടിച്ചട്ടി ഇരിക്കുമ്പം ഒരു രസമില്ല. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി സോഫയൊക്കെ ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി വെക്കുമായിരുന്നു. പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് TV സ്റ്റാൻഡിൻ്റെ പുറകിൽ ഒരു പിക്ചർ ഒരു ഫ്രെയിമുണ്ട്. അപ്പം അത് ഞാൻ TV സ്റ്റാൻഡ് കുറച്ച് നീക്കിയപ്പോഴത്തേക്ക് അതങ്ങ് കുറച്ച് സൈഡിലോട്ടായി പോയതുപോലെ തോന്നി. അപ്പോൾ അത് വീണ്ടും അതിൽ നിന്ന് ഊരി ആണി രണ്ടാമത് തറച്ച് അതൊന്ന് ഫിറ്റ് ചെയ്യുമായിരുന്നു. മെയിൻ പരിപാടി തുടങ്ങി, ക്ലീനിങ്. ആദ്യം ഡ്രോയിങ് റൂം, പിന്നെ 2 ബെഡ്റൂം, കിച്ചണ് ഒക്കെ ഒന്ന് തൂത്തിട്ടു. വീടെല്ലാം ഒന്ന് തൂത്തതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പൊടി അടിക്കലാണ്. ഇവിടെ ഭയങ്കര പൊടി വരാറുണ്ട്. ഞങ്ങൾ 10th ഫ്ലോറിലാണ്, എന്നിട്ട് നല്ല പൊടി കയറാറുണ്ട്. അപ്പം TV സ്റ്റാൻഡൊക്കെ നല്ല പൊടി പിടിച്ചിരിക്കും. അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതും കഴിഞ്ഞ് അടുത്ത ആയുധം കയ്യിലെടുത്തു, സാക്ഷാൽ മോപ്പ്. പിന്നെ എല്ലായിടവും തുടച്ച് വൃത്തിയാക്കൽ പണിയായിരുന്നു. അങ്ങനെ എൻ്റെ ഉച്ച വരെയുള്ള പണികൾ ഒരു വിധം ഒക്കെ ഒന്ന് ഒതുങ്ങി എന്ന് പറയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം കുടിക്കാനായിട്ട് അവിടെ വന്നിരിക്കുമ്പോഴാണ് യൂട്യൂബിലെ കമൻസിനൊക്കെ റിപ്ലൈ അയക്കുന്നത്. ഈ റിപ്ലൈ അയക്കാനിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഞാൻ ബാക്കി വാട്സാപ്പ് മെസ്സേജസും ഒക്കെ നോക്കുന്നതും ഒക്കെ ഈ ടൈമിലാണ്. പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഏകദേശം 1:30 ആയി. ഞാൻ 2 മീൻ വറക്കാനിട്ട് ചോറ് വിളമ്പുമായിരുന്നു. ഇപ്പം സമയം ഏകദേശം 2 മണിയായി. 2:15 ആകുമ്പോഴത്തേക്ക് നന്ദു എത്തും. പിന്നെ നന്ദുവിന് ചോറ് കൊടുക്കൽ, നന്ദുവിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കൽ, യൂണിഫോം അയൺ ചെയ്യൽ, രാത്രിയിലത്തേക്കുള്ള ഡിന്നർ, അങ്ങനത്തെ പണികളാവും. എൻ്റെ ഒരു പകലൊന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ് കേട്ടോ. ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.